ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇങ്ങനൊരു ഡിവൈസ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇതേപോലത്തെ പണി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ അത് ഏത് ഡിവൈസ് ആണെങ്കിലും, ഇപ്പോൾ ഹൈ എൻഡ് മോഡലാണെങ്കിലും ലോവർ എൻഡ് മോഡലാണെന്നുണ്ടെങ്കിലും, നമ്മൾ ബേസിക്കലി ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐക്ലൗഡ് ലോക്കായിട്ടുള്ള ഡിവൈസുകളെ കുറിച്ചാണ്. അതായത് ഐക്ലൗഡിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഐക്ലൗഡ്, അഥവാ ഇനി ഇതേപോലെ ലോക്കായിട്ടുള്ള ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് യൂസാണുള്ളത്, നിങ്ങൾക്ക് അത് അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഡിവൈസ് ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ അശ്രദ്ധ മൂലം ഐക്ലൗഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അത് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആയിട്ടുണ്ട്. സോ അത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങളുടെ സപ്പോർട്ടിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. ഇതുപോലെ വീഡിയോസ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കീപ് സപ്പോർട്ടിങ്. നമ്മൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കെന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ളൊരു കാരണം, നിങ്ങൾ ആപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ ഏത് ക്ലൗഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണെങ്കിലും, എസ്പെഷ്യലി ഐക്ലൗഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ അതിൻ്റെ പാസ്വേഡ്, അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ ID, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കെയർ ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യം അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസ് 1.5 ലക്ഷം, 2 ലക്ഷം, ചിലപ്പോൾ 60,000, 70,000 പല റേഞ്ചുള്ള ഡിവൈസ് ആയിരിക്കും. ഇതിൻ്റെ ഐക്ലൗഡും കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ്ലി മറന്നു പോയി കഴിഞ്ഞാൽ, പിന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഡിവൈസ് കൊണ്ട് യാതൊരുവിധ യൂസും പ്രത്യേകിച്ച് ഇല്ലയെന്ന് തന്നെ പറയാം. 1.5 ലക്ഷം രൂപക്ക് വാങ്ങിയ ഡിവൈസ് നിങ്ങൾ 15,000 രൂപക്ക് വിൽക്കേണ്ടി വരുന്ന അവസ്ഥ അടക്കം വരും. അതിനുള്ള പല റീസൺസും ഉണ്ട്. നിങ്ങളുടെ ഐക്ലൗഡ് ലോക്ക് ആയി കഴിഞ്ഞാൽ ബോർഡിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും മറ്റ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും മറ്റ് ഡിവൈസിലോട്ട് അത് ഡിസ്പ്ലേ സൂട്ടാവുമെങ്കിലും ഫേസ് ID അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ്സാവുന്നത് കൊണ്ട് തന്നെ വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾ സ്ക്രാപ്പ് വിലക്ക് വിൽക്കേണ്ടി വരും. സോ ഇത് ഇങ്ങനത്തെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ഐക്ലൗഡ് ലോക്കായിട്ട് നല്ല 8ൻ്റെ പണിയിൽ പെട്ടി നിൽക്കുന്നവരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് കെയർഫുൾ ആയിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഐക്ലൗഡ് സിസ്റ്റത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതല്ലാണ്ട് മറ്റുള്ള ഡിവൈസുകളുടെ ഐക്ലൗഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. നിങ്ങളുടെ ഡിവൈസ് തന്നെ നിങ്ങൾ പാസ്വേഡ് മറന്നു കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആക്ടിവേഷൻ ലോഗിൽ കിടക്കുന്ന ഡിവൈസ് ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. സോ അതുകൊണ്ട് ഇതൊരിക്കലും പ്രൊമോട്ടബിൾ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ അപ്പോൾ ആദ്യം തന്നെ ഐക്ലൗഡ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഐക്ലൗഡ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം തന്നെ പറയാന്നുണ്ടെങ്കിൽ ഐക്ലൗഡ് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് എക്സാക്ട്ലി അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസ് ആണെങ്കിലും, ഈവൻ 16 Pro Max ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അൺലോക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്, അതിൻ്റെ റിക്വയർമെൻ്റൊക്കെ ഓക്കെ ആണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് അൺലോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫസ്റ്റിലൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൻ്റെ പർച്ചേസ് ബില്ലും കാര്യങ്ങളും, അതായത് ഇൻവോയ്സ്, അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെയുള്ള ഒരു ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നിങ്ങളത് എവിടെ നിന്നാണോ ഓതറൈസ്ഡ് ഡീലറെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണോ മേടിച്ചിട്ടുള്ളത് അവിടെ പോയി കഴിഞ്ഞിട്ട് ആപ്പിളിന് മെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ അത് ജെന്യുവിനായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ അശ്രദ്ധ മൂലം അത് ലോക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അതൊരു ലീഗൽ പ്രൊസീജിയറാണ്. സോ അതുകൊണ്ട് തന്നെ ആപ്പിൾ അത് വെരിഫൈ ചെയ്ത് ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അത് റിമൂവ് ആക്കി തരും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഏത് ഡീലറുടെ അടുത്താണോ പോയി ഡിവൈസ് വാങ്ങിയത്, സോ ബ്രാൻഡ് ന്യൂ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെന്തായാലും ബില്ലും കാര്യങ്ങളും എക്സാക്ട്ലി ഇൻവോയ്സും കാര്യങ്ങളും തരും. ആ ഒരു ഇൻവോയ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്പിൾ ID റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് iforgot.apple.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. സോ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ iforgot.apple എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിൽ റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID, അതേപോലെ തന്നെ ഫോൺ നമ്പർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ എൻട്രി ആയിട്ട് വരും. സോ ഇതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ലീഗലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
പിന്നെ ഗൈസ് നമുക്ക് മൂന്നാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ജെയിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ടിവേഷൻ ലോക്ക് പെട്ടുന്ന ഡിവൈസ് ജെയിൽ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നെ അത് ബൈപ്പാസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. സോ ഇത് ഹൈ എൻഡ് മോഡലിൽ സപ്പോർട്ട് ആവുന്നുള്ള കാര്യം സംശയമാണ്. കാരണം നോർമലി 10 വരെയുള്ള ഡിവൈസുകൾ, അതായത് A11 ബയോണിക് ചിപ്പിലുള്ള ഡിവൈസുകളിലാണ് സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഞാൻ ലാസ്റ്റ് വരെ ചെയ്ത ജെയിൽ ബ്രേക്കിൽ സപ്പോർട്ട് ആയിരുന്നത്. സോ ഇനി അതിന് മേൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം അല്ല. പക്ഷേ ഈ ഒരു മെത്തേഡിലൂടെയും നിങ്ങൾക്ക് ഫ്രീ കോസ്റ്റിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊസീജിയറാണ് ജെയിൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐക്ലോഡും അതേപോലെ തന്നെ ചില ഡിവൈസുകളിൽ നിങ്ങൾക്ക് സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വീണ്ടും അത് ഇതേപോലെ തന്നെ ജെയിൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ പല ടെക്നിക്സും ഉണ്ട്. അതേപോലെ തന്നെ പേൽ റൈൻ ജെയിൽ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ചെയ്ത സമയത്ത് റീസ്റ്റോർ ചെയ്ത സമയത്തും അതായത് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് പിന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തുന്ന സമയത്ത് നിങ്ങൾക്ക് അതേ ജെയിൽ ബ്രേക്ക് ചെയ്ത് അതേ ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചില ഡിവൈസുകളിൽ നിങ്ങൾക്ക് ഐക്ലോഡ് സപ്പോർട്ട് ആവില്ല, മെയിൽസ് സപ്പോർട്ട് ആവില്ല, അതേപോലെ തന്നെ സിം കാർഡും സപ്പോർട്ട് ആവില്ല. അതല്ലാണ്ട് ബാക്കിയുള്ള ഫംഗ്ഷൻസൊക്കെ നിങ്ങൾക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സിനിമ കാണാം, ആപ്സ് ഡൗൺലോഡ് ചെയ്യാം, ഐക്ലോഡ് കണക്ട് ചെയ്യാം, ഐക്ലോഡ് സൈൻ ഇൻ ചെയ്യാൻ പറ്റാത്ത, അതായത് ഐക്ലോഡ് സർവീസ് കിട്ടാത്ത പ്രശ്നമുള്ളൂ. മറ്റ് ഡിവൈസുകളിൽ നിങ്ങൾക്ക് ഐക്ലോഡിൻ്റെ സർവീസ് കിട്ടാത്തൊരു പ്രോബ്ലങ്ങൾ ഉണ്ടാവുക. അതല്ലാണ്ട് നിങ്ങൾക്ക് ആപ്സ് ഡൗൺലോഡ് ചെയ്യാം, ക്യാമറ എടുക്കാം, വീഡിയോസ് കാണാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വർക്കാവും. പക്ഷേ എക്സെപ്റ്റ് ഈ ഒരു 2-3-4 കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെയിൽ ബ്രേക്ക് ചെയ്തിട്ടും ഡിവൈസുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതേ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു സംഭവമാണ്. ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ എല്ലാ ഫങ്ഷൻസും കിട്ടാത്ത ഒരു അൺലോക്കിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ അപ്പോൾ ഗൈസ് ഈ ഒരു 3 രീതിയിലാണ് കൂടുതലായിട്ട് ഐക്ലോഡ് ലോക്ക് ആയിട്ടുള്ള ഡിവൈസുകൾ പിന്നീട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജെയിൽ ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന ഡിവൈസും സോഫ്റ്റ്വെയർ പരമായിട്ടാണ് അതിൻ്റെ അൺലോക്ക് നടക്കുന്നത്. സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് അവരൊരു നിശ്ചിത എമൗണ്ട് പറയുന്നത് എമൗണ്ട് വെബ്സൈറ്റിലോട്ട് അയച്ചു കൊടുത്ത് പ്ലസ് അവരുടെ മാർജിനും എടുത്തിട്ടാണ് അവർ ആ ഒരു രീതിയിലാണ് ഇത് അൺലോക്ക് ചെയ്തെടുക്കുന്നത്. സോ ഇങ്ങനത്തെ ഈ രീതിയിലൊക്കെ മാത്രമേ ഉള്ളൂ ഐഫോൺ അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. സോ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മേജർ ഒരു പാർട്ട് മാറുന്നതിലപ്പുറം കോസ്റ്റ്ലി ആയിട്ട് വരുന്നൊരു കാര്യമാണിത്. സോ ഈ രീതിയിലൊക്കെ മാത്രമാണ് ഡിവൈസ് അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് എസ്പെഷ്യലി യൂസ്ഡ് ഡിവൈസുകളായിരിക്കും നിങ്ങൾ മെജോറിറ്റി ഡിവൈസുകളും എടുക്കാൻ സാധ്യതയുള്ളത്. ഫ്രഷ് ഡിവൈസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ തന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. യൂസ്ഡ് ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഡിവൈസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളും കണ്ടീഷനും പ്രൈസും എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ അത് റീസ്റ്റോർ ചെയ്ത് അതിൻ്റെ എല്ലാ ഡാറ്റാസും റിമൂവ് ചെയ്ത് മാത്രം നിങ്ങൾ ആ ഒരു ഡിവൈസ് പിന്നീട് പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാവൂ. അതായത് ഫൈൻഡ് മൈ ഐഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡിസേബിൾ ആയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫുൾ ഐക്ലോഡ് പ്രീവിയസ് ഓണറിൻ്റെ ഐക്ലോഡ് ആ ഡിവൈസിൽ നിന്ന് റിമൂവ് ആവുകയുള്ളൂ. എനിക്ക് പേഴ്സണലി ഒരു ഫ്രണ്ടിനെ പരിചയമുണ്ട്. പുള്ളിയുടെ ഡിവൈസ് ഫുള്ളായിട്ട് ഫൈൻഡ് മൈ ഐഫോൺ ഓൺ ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഐക്ലോഡ് റിമൂവ് ആണ്ട് പിന്നീട് ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അത് എറൈസ് ആയി കഴിഞ്ഞതിന് ശേഷം ആക്ടിവേഷൻ ലോക്കലിലോട്ട് പോയൊരു സാഹചര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ഡിവൈസ് യൂസ്ഡ് ഡിവൈസ് ഫൈൻഡ് മൈ ഐഫോൺ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്തിട്ട് ഡിവൈസ് എറൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഡിവൈസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതുള്ളൂ നിങ്ങൾക്ക് യൂസ്ഡ് ഡിവൈസിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഐക്ലോഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ എനിക്ക് ഇതിനെക്കുറിച്ച് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ചെയ്തത്. നിങ്ങളുടെ സപ്പോർട്ടിന് എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു.